നമസ്കാരം. ഈ വാർത്താ ദിനത്തിലെ മുഴുവൻ വാർത്തകളും സമഗ്രമായി പരിശോധിക്കുന്ന വാർത്താ സന്ധ്യ ആരംഭിക്കുകയാണ്. എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ആദ്യ വാർത്തയിലേക്ക്. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ശാസ്ത്രീയ പരിശോധന നടത്തിയ VSSCയിലെ ശാസ്ത്രജ്ഞരുടെ മൊഴി പുറത്ത്. ശ്രീകോവിൽ കട്ടിളപ്പാളി അപ്പാടെ മാറ്റിയിട്ടില്ല. അറ്റകുറ്റപ്പണിക്ക് ശേഷം തിരികെ സ്ഥാപിച്ചത് പഴയ പാളികൾ തന്നെയാണ്. ചെമ്പ് പാളികളിൽ നിന്ന് വലിയ തോതിൽ സ്വർണം നഷ്ടമായെന്ന് സ്ഥിരീകരണമുണ്ട്. VSSCയിൽ നിന്നുള്ള ആദ്യ ശാസ്ത്രീയ ഫലത്തിന്റെ വ്യക്തത തേടിയുള്ള ശാസ്ത്രജ്ഞരുടെ മൊഴിയെടുക്കലിലാണ് നിർണായക വിവരമുള്ളത്. ഉണ്ണികൃഷ്ണൻ പോറ്റി അറ്റകുറ്റപ്പണിക്കു ശേഷം ശബരിമലയിൽ തിരികെ എത്തിച്ചത് യഥാർത്ഥ കട്ടിളപ്പാളി തന്നെയെന്നാണ് ശാസ്ത്രജ്ഞരുടെ മൊഴി. എന്നാൽ അതിൽ നിന്ന് സ്വർണം വലിയ തോതിൽ നഷ്ടപ്പെട്ടിട്ടുണ്ട്. UB ഗ്രൂപ്പ് പൊതിഞ്ഞ സ്വർണം ഇളക്കി മാറ്റി കട്ടിളയിൽ പൂശിച്ചേർത്തു. രാസവസ്തുക്കൾ ഉപയോഗിച്ചുള്ള സ്വർണം പൂശലിൽ പാളിയുടെ ഘടനയിൽ മാറ്റമുണ്ടായെന്നും മൊഴിയിലുണ്ട്. വിശദമായ റിപ്പോർട്ട് ഉടൻ സമർപ്പിക്കാമെന്നും VSSC ശാസ്ത്രജ്ഞർ SITയെ അറിയിച്ചു. പ്രത്യേക അന്വേഷണ സംഘം ശാസ്ത്രജ്ഞരുടെ മൊഴി വിവരങ്ങൾ ഹൈക്കോടതിയിൽ അറിയിച്ചു. യഥാർത്ഥ കട്ടിളപ്പാളി തന്നെയാണ് ശബരിമലയിൽ ഉള്ളതെന്ന് കണ്ടെത്തിയതോടെ വിദേശ കള്ളക്കടത്ത് സംഘങ്ങൾക്ക് പങ്കുണ്ടെന്ന ആരോപണത്തിന്റെ മുനയൊടിയുകയാണ്. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ തിരുവാഭരണം മുൻ കമ്മീഷണർ KS ബൈജു, സ്മാർട്ട് ക്രിയേഷൻ CEO പങ്കജ് ഭണ്ഡാരി, ഗോവർദ്ധൻ, ശ്രീകുമാർ എന്നിവരെ 14 ദിവസത്തേക്ക് കൂടി റിമാൻഡ് ചെയ്തു. കൊല്ലം വിജിലൻസ് കോടതിയുടേതാണ് നടപടി. കട്ടിളപ്പാളി കേസിൽ തന്ത്രി കണ്ഠരര് രാജീവരുടെ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത് ഫെബ്രുവരി 3 മാറ്റി. 24 തിരുവനന്തപുരം. അജിത് പവാറിന് ദാരുണാന്ത്യം. മഹാരാഷ്ട്ര ഉപമുഖ്യമന്ത്രിയും NCP ദേശീയ അധ്യക്ഷനുമായ അജിത് പവാറിന് വിമാനാപകടത്തിൽ ദാരുണാന്ത്യം. ബാരാമതിയിലെ വിമാനത്താവളത്തിൽ അടിയന്തര ലാൻഡിംഗിനിടെ നിയന്ത്രണം വിട്ട വിമാനം തകർന്നു വീഴുകയായിരുന്നു. അജിത് പവാറിനൊപ്പം വിമാനത്തിലുണ്ടായിരുന്ന 4 പേരും കൊല്ലപ്പെട്ടു. വ്യോമയാന മന്ത്രാലയം DGCAയോട് റിപ്പോർട്ട് തേടി. പ്രൈവറ്റ് ജെറ്റ് വിമാനത്തിൽ രാവിലെ 8 മണിക്കാണ് അജിത് പവാർ മുംബൈയിൽ നിന്ന് പുറപ്പെട്ടത്. 8:45-നും 9-നും വിമാനം നിയന്ത്രണം നഷ്ടപ്പെട്ട് ബാരാമതി വിമാനത്താവളത്തിന് സമീപം തകർന്നു വീഴുകയായിരുന്നു. ലാൻഡ് ചെയ്യാനുള്ള രണ്ടാമത്തെ ശ്രമവും പരാജയപ്പെട്ടതോടെയാണ് വിമാനം തകർന്നു വീണതെന്ന് ഫ്ലൈറ്റ് ട്രാക്കിംഗ് വെബ്സൈറ്റുകൾ പറയുന്നു. അപകടത്തിന് പിന്നാലെ വിമാനത്തിന് തീപിടിച്ചുവെന്ന് പ്രദേശവാസികൾ പറഞ്ഞു. പൂർണ്ണമായും കത്തിയമർന്ന നിലയിലാണ് രക്ഷാപ്രവർത്തനം ആരംഭിക്കാൻ കഴിഞ്ഞതെന്ന് അഗ്നിരക്ഷാസേനയും അറിയിച്ചു. ഉടൻ നടക്കാനിരിക്കുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പ് റാലികളെ അഭിസംബോധന ചെയ്യാനാണ് 66-കാരനായ അജിത് പവാർ മുംബൈയിൽ നിന്ന് സ്വന്തം നാടായ ബാരാമതിയിലേക്ക് പുറപ്പെട്ടത്. വിമാനത്തിൽ അജിത് പവാറിന് പുറമെ PSOയും ഒരു അറ്റൻഡറും 2 ക്രൂ അംഗങ്ങളുമാണ് ഉണ്ടായിരുന്നത്. അജിത് പവാർ ഉൾപ്പെടെയുള്ളവരെ സമീപത്തെ സർക്കാർ ആശുപത്രിയിലേക്ക് എത്തിച്ചെങ്കിലും മരണം സ്ഥിരീകരിക്കുകയായിരുന്നു. എയർക്രാഫ്റ്റ് ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോ സംഭവത്തിൽ അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട്. മഹാരാഷ്ട്ര സർക്കാരും അപകടത്തിൽ അന്വേഷണം പ്രഖ്യാപിച്ചു. BSR എന്ന കമ്പനിയുടെ ഉടമസ്ഥതയിലുള്ള ലിയർജെറ്റ് വിമാനമാണ് അപകടത്തിൽപ്പെട്ടത്. ഇതേ ലിയർജെറ്റ് വിമാനം 2023 സെപ്റ്റംബറിൽ മുംബൈയിൽ തകർന്നു വീണിരുന്നതായും റിപ്പോർട്ടുണ്ട്. 24 മുംബൈ. വിമാനാപകടത്തിൽ മരിച്ച മഹാരാഷ്ട്ര ഉപമുഖ്യമന്ത്രി അജിത് പവാറിന്റെ സംസ്കാരം നാളെ ഉച്ചയ്ക്ക് 12 മണിക്ക് നടക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടക്കം സംസ്കാര ചടങ്ങിൽ പങ്കെടുക്കുമെന്നാണ് വിവരം. അതേസമയം വിമാനാപകടത്തിൽ അന്വേഷണം തുടങ്ങി. എയർക്രാഫ്റ്റ് ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ദൃശ്യപരിധി കുറഞ്ഞതാണ് അപകടത്തിന് കാരണമെന്നാണ് പ്രാഥമിക നിഗമനം. ശ്രീനാഥ് ചന്ദ്രൻ ബാരാമതിയിൽ നിന്ന് തത്സമയം വിശദാംശങ്ങളുമായി. ശ്രീനാഥ്, ഇതിനോടകം തന്നെ അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. അതിന്റെ അന്വേഷണ സംഘാംഗങ്ങൾ അങ്ങോട്ടേക്ക് എത്തി നേരിട്ടെത്തി ആ സ്ഥലത്ത് പരിശോധന നടത്തുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നിഗമനങ്ങൾ എന്ന രീതിയിൽ പുറത്തേക്ക് വരുന്നത് എന്തൊക്കെ കാര്യങ്ങളാണ്? ഒപ്പം തന്നെ സംസ്കാരവുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ എന്തൊക്കെ? മൃതദേഹം പൊതുദർശനത്തിന് വച്ചിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുന്നുണ്ട്. പ്രമുഖരായ ആളുകളൊക്കെ അങ്ങോട്ടേക്ക് എത്തുന്നുണ്ടോ? അനുജ, ഞാനിപ്പോൾ ഉള്ളത് ഈ അപകടം നടന്ന ആ വിമാനത്താവളത്തിലാണ്. ബാരാമതിയിലെ ഈ വിമാനത്താവളത്തിൽ ഞാനിപ്പോൾ നിൽക്കുന്നത് റൺവേക്ക് മുൻപുള്ള, അതായത് റൺവേ തുടങ്ങുന്നതിന് മുൻപുള്ള ഭാഗത്താണ്. അതായത് ഈ റൺവേ പോലും എത്തിയിട്ടില്ല, വിമാനം അതിനു മുമ്പ് തകർന്നു വീണു എന്നതാണ് മനസ്സിലാക്കുന്നത്. അനുജ, ഇതൊരു ടേബിൾ ടോപ്പിന് സമാനമായ ഒരു വിമാനത്താവളമാണ്. ഒരു റൺവേ നമ്മൾ പരിശോധിക്കുമ്പോൾ ആ രീതിയിലാണുള്ളത്. ഇപ്പോൾ ദൃശ്യങ്ങളിൽ ഛഗൻ ഭുജ്പൽ, മന്ത്രിയും NCPയുടെ മുതിർന്ന നേതാവും മന്ത്രിയുമായ ഛഗൻ ഭുജ്പൽ ഇവിടെ എത്തിയിരുന്നു. അദ്ദേഹം ഇവിടെയുള്ള സാഹചര്യങ്ങളൊക്കെ നേരിട്ട് മനസ്സിലാക്കാൻ വേണ്ടി എത്തിയതാണ്. അദ്ദേഹത്തിന്റെ സന്ദർശന ശേഷം ഇപ്പോൾ അദ്ദേഹം മടങ്ങുന്നത് നമുക്ക് ഈ ദൃശ്യങ്ങൾ കാണാൻ കഴിയും. ഏതായാലും നമ്മൾ ഈ അപകടം നടന്ന ഇടത്തേക്കൊന്ന് വളരെ വേഗത്തിൽ വന്നാൽ ഈ വിമാനത്താവളത്തിന്റെ റൺവേ
റൺവേ പോലും എത്തിയിട്ടില്ല. അതിന് മുൻപ് തന്നെ വിമാനം താഴേക്ക് ഇടിച്ചിറങ്ങി എന്നതാണ് ഈ ദൃശ്യങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. ഇതിൽ വിമാനത്തിന്റെ ഒരു വാൽഭാഗം ഒഴിച്ചു നിർത്തിയാൽ ബാക്കി ഏതാണ്ട് പൂർണ്ണമായി തകർന്ന അവസ്ഥയിലാണ്. വിമാനത്തിന്റെ ചക്രങ്ങൾ വളരെ ദൂരത്ത് മാറിക്കിടക്കുന്നതും ഒക്കെ തന്നെ നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നുണ്ട്. അങ്ങനെ പൂർണ്ണമായി ഈ വിമാനം കത്തി അമർന്ന് തകർന്നിട്ടുണ്ട്. അത് ലാൻഡ് ചെയ്തതിന് ശേഷം റൺവേയിൽ നിന്ന് തെന്നിമാറിയതല്ല, റൺവേക്ക് മുൻപ് തന്നെ അത് താഴ്ന്ന ഭാഗത്തേക്ക് ഇടിച്ചിറങ്ങി എന്നതാണ് മനസ്സിലാക്കുന്നത്. കാലാവസ്ഥ പ്രതികൂലമായിരുന്നു എന്ന വിലയിരുത്തൽ പ്രാഥമികമായി ഇപ്പോൾ ഏവിയേഷൻ മന്ത്രാലയം തന്നെ പറയുന്നുണ്ട്. കാഴ്ച പരിധി കുറവായിരുന്നു. അങ്ങനെയാണ് വിമാനം ഒരു വട്ടം ആകാശത്ത് വട്ടം ചുറ്റിയതിനു ശേഷമാണ് വീണ്ടും ഒരിക്കൽ കൂടി ലാൻഡിങ്ങിന് ശ്രമിക്കുന്നത്. ആ വിസിബിലിറ്റി ബാരാമതി വിമാന ദുരന്തത്തിൽ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. എയർക്രാഫ്റ്റ് ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോ, ഒപ്പം തന്നെ മഹാരാഷ്ട്ര സർക്കാരും അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട്. മഹാരാഷ്ട്ര രാഷ്ട്രീയത്തിലെ അതികായനായിരുന്നു അജിത് പവാർ. മത്സരിച്ച തെരഞ്ഞെടുപ്പുകളിലൊന്നും തോൽവി അറിയാത്ത നേതാവ്. പിതൃ സഹോദരൻ ശരത് പവാറിന്റെ തണലിൽ രാഷ്ട്രീയത്തിൽ ചുവടുവെച്ച അജിത് പവാർ സമീപകാലത്താണ് NCPയെ പിളർത്തി NDAയുടെ ഭാഗമായത്. അജിത് പവാറിന്റെ വിയോഗത്തിൽ രാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും ദുഃഖം രേഖപ്പെടുത്തി. 1959 ജൂലൈ 22 മഹാരാഷ്ട്രയിലെ ബാരാമതിയിൽ ജനിച്ച അജിത് പവാർ 4.5 പതിറ്റാണ്ടിലേറെയായി സംസ്ഥാന രാഷ്ട്രീയത്തിലെ സജീവ സാന്നിധ്യമായിരുന്നു. നിയമസഭയിൽ 8 തവണ MLA ആയും 1 തവണ ലോക്സഭാ അംഗവുമായും പ്രവർത്തിച്ചു. 5 തവണ ഉപമുഖ്യമന്ത്രിയായി. പിതാവിന്റെ സഹോദരൻ ശരത് പവാറിന്റെ തണലിൽ 1982 പൂനെ പഞ്ചസാര ഫാക്ടറി സഹകരണ ബോർഡ് അംഗമായാണ് പൊതുരംഗത്തെത്തിയത്. 1991 മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആദ്യമായി ബാരാമതിയിൽ നിന്ന് ജയിച്ചു. പിന്നീട് നടന്ന എല്ലാ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലും ബാരാമതി അജിത് പവാറിനൊപ്പം നിന്നു. 2010 അശോക് ചവാൻ മന്ത്രിസഭയിൽ ഉപമുഖ്യമന്ത്രിയായി. പിന്നീട് പൃഥ്വിരാജ് ചവാൻ, ദേവേന്ദ്ര ഫട്നവിസ്, ഉദ്ധവ് താക്കറെ മന്ത്രിസഭകളിലും ഉപമുഖ്യമന്ത്രി സ്ഥാനം വഹിച്ചു. 2023 അപ്രതീക്ഷിത രാഷ്ട്രീയ അട്ടിമറിയിലൂടെ NCP പിളർത്തി 29 MLA-മാർക്കൊപ്പം NDAയ്ക്കൊപ്പം ചേർന്നു. ഏക്നാഥ് ഷിൻഡെയുടെ ശിവസേന സർക്കാരിൽ ഉപമുഖ്യമന്ത്രിയായി. 2024 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 59 ഇടങ്ങളിൽ മത്സരിച്ച അജിത് പവാറിന്റെ പാർട്ടി 41 സീറ്റുകളിൽ വിജയിച്ചു. 2024 തെരഞ്ഞെടുപ്പിൽ ദേവേന്ദ്ര ഫട്നാവിസ് സർക്കാരിൽ ഉപമുഖ്യമന്ത്രിയായി. ശരത് പവാറിനൊപ്പം NCPയെ വളർത്തിയും പിന്നീട് പിളർത്തിയും അജിത് പവാർ വാർത്തകളിൽ നിറഞ്ഞു. ഈ അടുത്ത് നടന്ന മുനിസിപ്പൽ തെരഞ്ഞെടുപ്പിൽ ശരത് പവാറിന്റെ NCPക്കൊപ്പം പ്രാദേശിക സഖ്യം ചേർന്നെങ്കിലും പരാജയമായിരുന്നു ഫലം. ശരത് പവാറിനൊപ്പം അജിത് തിരികെ എത്തിയേക്കുമെന്ന അഭ്യൂഹങ്ങൾക്കിടെയാണ് വിമാന ദുരന്തത്തിൽ അപ്രതീക്ഷിത വിയോഗം. റിസർച്ച് ഡെസ്ക് 24. രണ്ടാം LDF സർക്കാരിന്റെ അവസാന ബജറ്റ് നാളെ. എല്ലാ മേഖലകളിലും കുതിച്ചുചാട്ടമുണ്ടാകുന്ന ജനപ്രിയ ബജറ്റായിരിക്കും അവതരിപ്പിക്കുക എന്ന് ധനമന്ത്രി KN ബാലഗോപാൽ പറഞ്ഞു. കേരളത്തിന്റെ സമ്പദ് വ്യവസ്ഥ വളർച്ചയിലെന്ന് സൂചിപ്പിക്കുന്ന സാമ്പത്തിക അവലോകന റിപ്പോർട്ട് നിയമസഭയിൽ വച്ചു. കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലും ജനപ്രിയ ബജറ്റായിരിക്കുമെന്ന ഉറപ്പാണ് ധനമന്ത്രി KN ബാലഗോപാലിന്റേത്. എല്ലാ മേഖലയിലും കുതിച്ചുചാട്ടമുണ്ടാക്കുന്ന ബജറ്റായിരിക്കും. സർക്കാർ ജീവനക്കാരുടെ ശമ്പള പരിഷ്കരണം ബജറ്റിൽ പ്രഖ്യാപിക്കണമെന്നില്ലെന്നും ധനമന്ത്രി. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിൻ്റെ ഏറ്റവും നല്ല കാര്യങ്ങൾ അനൗൺസ് ചെയ്യുന്ന തരത്തിൽ തന്നെ ആയിരിക്കുമല്ലോ ബഡ്ജറ്റ്. കഴിഞ്ഞ 10 വർഷവും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ധാരാളം കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഏറ്റവും നന്നായി കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകും. അതിന് പറ്റുന്ന തരത്തിൽ കേരളത്തിന് വലിയ വികസനവും മാറ്റവും ഉണ്ടാകുന്ന തരത്തിലേക്കുള്ള നിർദ്ദേശങ്ങളായിരിക്കും തീർച്ചയായിട്ടും ബഡ്ജറ്റ് വരുന്നത്. എന്തായാലും ഈ ജീവനക്കാരുടെ ശമ്പളത്തിൻ്റെയും മറ്റ് ആനുകൂല്യങ്ങളുടെ കാര്യത്തിൽ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്ന് പറഞ്ഞതിനകത്ത് എല്ലാം ഉണ്ട്. അതേസമയം സഭയിൽ വെച്ച് സാമ്പത്തിക അവലോകന റിപ്പോർട്ട് പ്രതീക്ഷ നൽകുന്നതാണ്. സംസ്ഥാനത്തിന്റെ ആകെ ആഭ്യന്തര ഉൽപ്പാദനം 9.3% നിന്ന് 9.97% ഉയർന്നു. മൊത്തം വരുമാനം 1,24,861 കോടിയായി കൂടി. മുൻവർഷത്തെ അപേക്ഷിച്ച് 0.3% വളർച്ച. സംസ്ഥാനത്തിന്റെ തനത് വരുമാനത്തിൽ 2.7% വർധനവുണ്ട്. കാർഷിക മത്സ്യമേഖലകളിലും വളർച്ചയുണ്ടായി. കാർഷിക മേഖലയിലെ വളർച്ച 1.25% നിന്നും 2.14% ഉയർന്നു. മത്സ്യമേഖല നെഗറ്റീവ് വളർച്ചയിൽ നിന്ന് 10.55% വളർച്ച നേടി. എന്നാൽ കേന്ദ്രവിഹിതം മുൻവർഷത്തേക്കാൾ 6.15% കുറഞ്ഞെന്നും സാമ്പത്തിക അവലോകന റിപ്പോർട്ട് വ്യക്തമാക്കുന്നു. 24 തിരുവനന്തപുരം. SNDP യോഗവുമായുള്ള ഐക്യം പാളിയതിന് പിന്നിൽ ബാഹ്യ ഇടപെടലെന്ന വെള്ളാപ്പള്ളി നടേശന്റെ ആരോപണം തള്ളി NSS ജനറൽ സെക്രട്ടറി G. സുകുമാരൻ നായർ. ചർച്ചയുടെ സമയവും പത്മ പുരസ്കാര പ്രഖ്യാപനവും ചേർത്ത് വായിക്കുമ്പോൾ രാഷ്ട്രീയ ഇടപെടൽ ഉണ്ടോ എന്ന് സംശയമുണ്ടായി എന്നാണ് G. സുകുമാരൻ നായരുടെ പ്രതികരണം.
തനിക്ക് പത്മഭൂഷൺ കിട്ടിയത് സംഘടനയെ മുന്നോട്ട് നയിച്ചതിലെ മികവ് കൊണ്ടാണെന്നും ഐക്യത്തിൽ രാഷ്ട്രീയമില്ല എന്നുമായിരുന്നു വെള്ളാപ്പള്ളി നടേശന്റെ മറുപടി. SNDP യോഗവുമായുള്ള ഐക്യം പാളിയതിന് പിന്നിൽ ഭാഗ്യ ഇടപെടലെന്ന വെള്ളാപ്പള്ളി നടേശന്റെ ആരോപണം അപ്പാടെ തള്ളുകയാണ് NSS ജനറൽ സെക്രട്ടറി G. സുകുമാരൻ നായർ. ചർച്ചയ്ക്ക് വിടേണ്ടത് തുഷാർ വെള്ളാപ്പള്ളിയെ അല്ലെന്നും സുകുമാരൻ നായർ തുറന്നടിച്ചു. മകനെ വിടാമെന്നൊടുവിൽ പറഞ്ഞപ്പോഴാണ് ഞാൻ പറഞ്ഞത്, മകനോട് ഞാൻ പറഞ്ഞു വരണ്ട, കാരണം ഇതിനകത്ത് നിങ്ങളൊരു രാഷ്ട്രീയ നേതാവാണ്. രാഷ്ട്രീയ നേതാവ് എന്നുള്ള നിലയിൽ നിങ്ങൾ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നതിൽ ഞങ്ങൾക്ക് താല്പര്യമില്ല. വെള്ളാപ്പള്ളി നടേശന് പത്മഭൂഷൺ ലഭിച്ചതിൽ ആക്ഷേപമില്ല. താൻ വിചാരിച്ചാൽ മുൻപ് തന്നെ ഇത് ലഭിച്ചാനേ എന്നും G. സുകുമാരൻ നായർ. ഞാൻ വിചാരിച്ചിരുന്നത് ഇതിനു മുമ്പേ തന്നെ പത്മഭൂഷൺ എനിക്ക് കിട്ടിയേനെ. അതുകൊണ്ട് അതൊന്നും പറയണ്ട, എനിക്ക് അങ്ങനെയുള്ള ഒരു ആഗ്രഹമൊന്നുമില്ല. തനിക്ക് പത്മഭൂഷൺ കിട്ടിയത് സംഘടനയെ മുന്നോട്ട് നയിച്ചതിലെ മികവ് കൊണ്ടാണെന്നും ഐക്യത്തിൽ രാഷ്ട്രീയമില്ലെന്നുമായിരുന്നു വെള്ളാപ്പള്ളി നടേശന്റെ പ്രതികരണം. ഐക്യമില്ലാതായതിൽ വിഷമമോ പ്രതിഷേധമോ ഇല്ലെന്നും NSS സഹോദര സമുദായമാണെന്നും വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞു. ഈ അവാർഡ് പത്മഭൂഷൺ കിട്ടിയെങ്കിൽ സംഘടനാ പ്രവർത്തനത്തിൻ്റെയും ക്ഷേമപ്രവർത്തനങ്ങൾ നടത്തുന്നതിൻ്റെയും അംഗീകാരമാണ്. ആ അംഗീകാരം കാരണക്കാരെല്ലാം നിങ്ങളാണ്. ഐക്യനീക്കം തകർന്നുവെങ്കിലും ഇതിന് കാരണമായത് ആരെന്ന ചോദ്യം ഇപ്പോഴും ബാക്കിയാകുകയാണ്. അതുകൊണ്ട് തന്നെ വരും ദിവസങ്ങളിൽ ഇത് വലിയ ചർച്ചയാകുമെന്ന് ഉറപ്പ്. 24 കോട്ടയം. മൂന്നാമത്തെ ബലാത്സംഗ കേസിൽ ജാമ്യം അനുവദിച്ചതോടെ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA ജയിൽ മോചിതനായി. പത്തനംതിട്ട ജില്ലാ സെഷൻസ് കോടതിയാണ് കർശന ഉപാധികളോടെ രാഹുലിന് ജാമ്യം അനുവദിച്ചത്. ആദ്യ ബലാത്സംഗ കേസിലെ മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി വിധി പറയാൻ മാറ്റി. ഗർഭഛിദ്രത്തിന് നിർബന്ധിച്ചതടക്കം പ്രഥമ വിവരമൊഴിയിലുള്ള കാര്യങ്ങൾ ഗൗരവതരമാണെന്ന് ഹൈക്കോടതി നിരീക്ഷിച്ചു. അറസ്റ്റിലായി 18 ദിവസങ്ങൾക്ക് ശേഷമാണ് രാഹുൽ മാങ്കൂട്ടത്തിലിന് ജാമ്യം ലഭിക്കുന്നത്. കർശന ഉപാധികളോടെയാണ് പാലക്കാട് MLAക്ക് ജാമ്യം അനുവദിച്ചത്. തെളിവുകൾ നശിപ്പിക്കാനോ സാക്ഷികളെ സ്വാധീനിക്കാനോ ശ്രമിക്കരുത്. പരാതിക്കാരിയെ സമൂഹമാധ്യമത്തിലൂടെയോ അല്ലാതെയോ ബന്ധപ്പെടാൻ പാടില്ല. 3 മാസത്തേക്ക് എല്ലാ ശനിയാഴ്ചയും അന്വേഷണ സംഘത്തിന് മുമ്പിൽ 10 മണിക്കും 12 മണിക്കും ഇടയിൽ ഹാജരാകണം. 50,000 രൂപയും 2 ആളുകളും ജാമ്യം നിൽക്കണം. എപ്പോൾ ആവശ്യപ്പെട്ടാലും അന്വേഷണ സംഘത്തിന് മുമ്പാകെ എത്തണം എന്നിവയാണ് ജാമ്യ ഉപാധികൾ. നടപടിക്രമങ്ങൾ പാലിച്ചല്ല അറസ്റ്റ് എന്ന രാഹുലിന്റെ വാദം കോടതി അംഗീകരിച്ചു. പീഡനം നടന്ന ശേഷം പരാതിക്കാരി മൊഴി നൽകാൻ 1 വർഷവും 9 മാസവും വൈകിയെന്ന വാദവും കോടതി മുഖവിലക്കെടുത്തു. പരാതിക്കാരി വിദേശത്തായതിനാൽ ജാമ്യം കിട്ടിയാൽ രാഹുൽ ഭീഷണിപ്പെടുത്തുമെന്ന പ്രോസിക്യൂഷൻ വാദം കോടതിയിൽ നിലനിന്നില്ല. SIT കസ്റ്റഡിയിൽ വേണ്ടതില്ലെന്നും അതിനാൽ ജാമ്യം അനുവദിക്കുന്നുവെന്നും കോടതി പറഞ്ഞു. കേസിൽ നേരിട്ടുള്ള മറ്റ് സാക്ഷികൾ ഇല്ലാത്തതും കോടതി പരിഗണിച്ചു. വിവാഹ വാഗ്ദാനം നൽകി രാഹുൽ മാങ്കൂട്ടത്തിൽ പീഡിപ്പിച്ചു എന്ന പരാതിക്കാരിയുടെ ആക്ഷേപത്തിൽ കോടതി ചില സംശയങ്ങൾ ആരാഞ്ഞു. നിലവിലെ വിവാഹബന്ധം വേർപെടുത്താതെ എങ്ങനെ മറ്റൊരു ബന്ധത്തിലേക്ക് പോകാൻ കഴിയുമെന്ന് കോടതി ചോദിച്ചു. പീഡനം നടന്ന സമയത്തിനു ശേഷവും MLAയുമായി പരാതിക്കാരി സൗഹൃദ സംഭാഷണങ്ങൾ നടത്തിയിട്ടുണ്ടെന്നും ജാമ്യ ഉത്തരവിൽ പത്തനംതിട്ട സെഷൻസ് കോടതി ചൂണ്ടിക്കാട്ടി. രാഹുലിനെതിരെയുള്ള ആദ്യ ബലാത്സംഗ കേസിലെ ജാമ്യഹർജി ഹൈക്കോടതി വിധി പറയാൻ മാറ്റി. അതിജീവിതയെ ഗർഭചിത്രത്തിന് നിർബന്ധിച്ചതടക്കം പ്രഥമ വിവരമൊഴിയിലുള്ള കാര്യങ്ങൾ ഗൗരവതരമാണെന്ന് ജസ്റ്റിസ് കൌസർ എടപ്പകത്ത് പറഞ്ഞു. മാർച്ച് 17 പാലക്കാട് എത്തിയപ്പോൾ രാഹുൽ ബലം പ്രയോഗിച്ചെന്നും കുട്ടി വേണമെന്നാവശ്യപ്പെട്ടത് രാഹുലാണെന്നും FISലുണ്ട്. വാട്സാപ്പ് ചാറ്റുകളും അതിന് തെളിവാണ്. ഗർഭചിത്രത്തിന് അതിജീവിതയ്ക്ക് താൽപര്യമില്ലെന്നറിഞ്ഞിട്ടും വീഡിയോ കോളിൽ വിളിച്ച് ഇക്കാര്യം ആവശ്യപ്പെട്ടെന്നും കോടതി ചൂണ്ടിക്കാട്ടി. അതേസമയം വിവാഹിതയായ യുവതിയുമായി ഉഭയസമ്മതപ്രകാരം രാഹുൽ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടതിൽ നിയമപരമായി എന്താണ് തെറ്റെന്നും ജസ്റ്റിസ് കൌസർ ഇടപകത്ത് ചോദിച്ചു. രാഹുൽ MLAയാണെന്നും സ്വാധീനമുള്ള വ്യക്തിയാണെന്നും പ്രോസിക്യൂഷൻ വാദിച്ചു. പരാതിക്കാരിക്കെതിരെ വ്യാപകമായ സൈബർ ആക്രമണമാണ് നടക്കുന്നത്. ഇതുവരെ അക്കാര്യത്തിൽ 36 കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്നും പ്രോസിക്യൂഷൻ അറിയിച്ചു. വാദം പൂർത്തിയായതോടെ മുൻകൂർ ജാമ്യാപേക്ഷ കോടതി വിധി പറയാൻ മാറ്റി. 24 കൊച്ചി, പത്തനംതിട്ട. തിരുവനന്തപുരം വിളപ്പിൽശാല സർക്കാർ ആശുപത്രിയിൽ ചികിത്സാ നിഷേധത്തെ തുടർന്ന് രോഗി മരിച്ചുവെന്ന 24 വാർത്ത ചർച്ച ചെയ്ത് നിയമസഭ. ആരോഗ്യ കേരളം വെന്റിലേറ്ററിലെന്ന് അടിയന്തര പ്രമേയ ചർച്ചയിൽ സർക്കാരിനെതിരെ പ്രതിപക്ഷം ആഞ്ഞടിച്ചു. ചികിത്സാ നിഷേധാരോപണം ആരോഗ്യമന്ത്രി വീണ ജോർജ് തള്ളി. 2 പിഞ്ചു മക്കളുടെ അച്ഛനാണ്. ഒന്ന് തുറക്കൂ, ദയവായി രക്ഷിക്കൂ. കൂട്ടുകാരാ, ഞാൻ എലിവിലിൽപ്പെട്ട അവസ്ഥയിലാണ്. എനിക്ക് മരണം സംഭവിച്ചാൽ നീ എന്റെ ഈ ശബ്ദം പുറത്തുവിടണം. പ്രമേയം അവതരിപ്പിച്ച PC വിശ്വനാഥ് വിളപ്പിൽശാലയിലെ ചികിത്സാ നിഷേധ പരാതി മുതൽ ആരോഗ്യമേഖലയിലെ വീഴ്ചകൾ എണ്ണിപ്പറഞ്ഞു. സർക്കാരിന് വീഴ്ചയുണ്ടാകുമ്പോൾ മന്ത്രിക്ക് ഉത്തരവാദിത്തമുണ്ടെന്നും മനസാക്ഷിയില്ലാത്ത സർക്കാരെന്നും പ്രതിപക്ഷ നേതാവ് VD സതീശൻ കുറ്റപ്പെടുത്തി. സിസ്റ്റം തകർന്നെന്ന് പറയുന്നത് കേരളത്തിലെ ഡോക്ടേഴ്സും രോഗികളുമാണ്. സിസ്റ്റം തകർന്നിരിക്കുകയാണെന്ന് ഡോക്ടർമാർ തന്നെയല്ലേ പറയുന്നത്? രോഗികളല്ലേ പറയുന്നത്?
ചികിത്സാ നിഷേധാരോപണം ആരോഗ്യമന്ത്രി തള്ളി. ബിസ്മീറിന്റെ മരണത്തിൽ ആശുപത്രിക്ക് വീഴ്ചയുണ്ടായിട്ടില്ലെന്നും സാധ്യമായ ചികിത്സ ഏറ്റവും വേഗത്തിൽ നൽകിയെന്നും മന്ത്രി പറഞ്ഞു. ആരോഗ്യമേഖലയിലെ ജീവനക്കാരുടെ മനോവീര്യം തകർക്കരുതെന്നും പ്രതികരണം. ഇങ്ങനെയുള്ള പ്രചരണങ്ങൾ അവരുടെ മനോവീര്യം തകർക്കുന്നതിന് വേണ്ടി ഒരു കാരണവശാലും അത് ഇടയാക്കരുത് എന്നുള്ളത് പ്രത്യേകമായിട്ട് സർക്കാർ അതുകൂടി കാണുന്നുണ്ട്. സർ, UDF കാലത്തെ വീഴ്ചകൾ നിരത്തിയും പ്രതിപക്ഷത്തിന് വീണ ജോർജിന്റെ മറുപടി. സത്യഗ്രഹമിരിക്കുന്ന ഹർഷനയുടെ വിഷയത്തിൽ കത്രിക വയറിൽ കുടുങ്ങിയത് എപ്പോഴെന്ന് കണ്ടെത്താനായിട്ടില്ലെന്നായിരുന്നു ആരോഗ്യമന്ത്രിയുടെ മറുപടി. അടിയന്തര പ്രമേയ മറുപടിയിൽ തൃപ്തിയില്ലെന്നാരോപിച്ച് പ്രതിപക്ഷം സഭയിൽ നിന്ന് ഇറങ്ങിപ്പോയി. 24 തിരുവനന്തപുരം. നയപ്രഖ്യാപന വിവാദത്തിൽ സ്പീക്കർ AN ഷംസീറിനെ വിമർശിച്ച് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ. മുഖ്യമന്ത്രി പ്രസംഗിച്ച ദൃശ്യം ആവശ്യപ്പെട്ട് ലോക്ഭവൻ സ്പീക്കർക്ക് നൽകിയ കത്ത് മാധ്യമങ്ങൾ പ്രസിദ്ധീകരിച്ചുവെന്ന ആരോപണം തള്ളി. ലോക്ഭവൻ കത്ത് നൽകിയത് സ്പീക്കർക്ക് മാത്രമാണ്. ഏതെങ്കിലും മാധ്യമം കത്ത് പ്രസിദ്ധീകരിച്ചതായി അറിയില്ല. കത്തിനോട് സ്പീക്കർ പ്രതികരിച്ച രീതി ശരിയായില്ല എന്നാണ് ലോക്ഭവന്റെ വിമർശനം. രാഷ്ട്രപതി ദ്രൗപദി മുർമുവിന്റെ നയപ്രഖ്യാപന പ്രസംഗത്തോടെ പാർലമെന്റിന്റെ ബജറ്റ് സമ്മേളനത്തിന് തുടക്കമായി. കഴിഞ്ഞ 11 വർഷം രാജ്യത്തെ സമസ്ത മേഖലകളിലും വികസനമുണ്ടായെന്ന് നയപ്രഖ്യാപന പ്രസംഗത്തിൽ രാഷ്ട്രപതി പറഞ്ഞു. നയപ്രഖ്യാപനത്തിൽ തൊഴിലുറപ്പ് നിയമ ഭേദഗതി പരാമർശിച്ചപ്പോൾ പ്രതിപക്ഷം പ്രതിഷേധമുയർത്തി. ഞായറാഴ്ചയാണ് ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ ബജറ്റ് അവതരിപ്പിക്കുക. ഇപ്പോൾ ഒരു വളരെ പ്രധാനപ്പെട്ട വാർത്ത വരുന്നത് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുമായി ബന്ധപ്പെട്ട് ഗുരുതര കണ്ടെത്തലുകൾ വീണ്ടും നടത്തിയിരിക്കുന്നു NIA എന്നുള്ളതാണ്. PFIക്ക് വിവിധ വിഭാഗങ്ങൾ രൂപീകരിച്ചു എന്നുള്ളതാണ് ഒരു കണ്ടെത്തൽ. വിവരങ്ങൾ അറിയിക്കാൻ റിപ്പോർട്ടേഴ്സ് വിംഗ്, ആയുധസേന, എതിരാളികളെ ഇല്ലാതാക്കാൻ HIT ടീം തുടങ്ങിയവയെ രൂപീകരിച്ചിട്ടുണ്ട് എന്ന കണ്ടെത്തൽ. ഇന്നത്തെ റെയ്ഡിൽ ഒട്ടേറെ രേഖകൾ പിടിച്ചെടുത്തിട്ടുണ്ട്. 9 സ്ഥലങ്ങളിൽ ഇന്ന് പരിശോധന നടന്നിട്ടുണ്ട്. 2002 NIA രജിസ്റ്റർ ചെയ്ത PFI നിരോധന കേസിലാണ് ഇന്ന് പരിശോധന നടന്നത്. ഗുരുതരമായ കണ്ടെത്തലുകൾ NIA നടത്തിയിട്ടുണ്ട് PFIയുമായി ബന്ധപ്പെട്ട് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട വാർത്ത. അടുത്ത വാർത്ത, കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ ശസ്ത്രക്രിയയ്ക്കിടെ വയറ്റിൽ കത്രിക കുടുങ്ങിയ ഹർഷീന വീണ്ടും സമരത്തിൽ. ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ ഔദ്യോഗിക വസതിക്ക് മുന്നിൽ സത്യഗ്രഹ സമരം തുടങ്ങി. കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല സമരം ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന മാധ്യമ പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. TV അഭിമുഖത്തിൽ 24 ന്യൂസ് സീനിയർ എക്സിക്യൂട്ടീവ് എഡിറ്റർ KR ഗോപികൃഷ്ണനാണ് പുരസ്കാരം. 25,000 രൂപയും ശില്പവും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് അവാർഡ്. ഫെബ്രുവരിയിൽ തിരുവനന്തപുരത്ത് പുരസ്കാരം വിതരണം ചെയ്യും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.